ഇനി ഞാൻ അടിപൊളി ഒരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കറി എന്ന് പറയുന്നത് ചെമ്മീൻ തീയലാണ്. അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനൊരു മുറി തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പും കൂടി എടുത്തിട്ടുണ്ട്. അത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിലൊന്ന് ചുമക്കെ വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അത് ഞാൻ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ചെമ്മീനും ഇതൊക്കെ തക്കാളിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെക്കാമെന്ന് കരുതി. ആദ്യം ഇത് റെഡിയാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വറുക്കണം, കരിയാതെ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം വറവായിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വറവായതിന് ശേഷം മല്ലിപ്പൊടി മുളകും പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ആ തേങ്ങയിൽ ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കരിയാതെ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ വറുത്തെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു തക്കാളിയും ഒരു കുടംപുളിൻ്റെ കഷ്ണവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പും ചേർത്ത് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തക്കാളി ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ തക്കാളി ഇതൊക്കെ വെന്തൊരു പുളിയായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ച ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 250 ഗ്രാമോളം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്, നന്നാക്കിയ ചെമ്മീൻ. ഇനി നമുക്ക് ആ തേങ്ങയൊക്കെ ചൂടാറിയൊന്ന് അരച്ചെടുക്കുക. ആദ്യം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നിട്ട് വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. അതായ രീതിയിൽ ഇനി ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വേവിച്ചാൽ റബ്ബർ പോലെ ഇരിക്കും. അപ്പം തക്കാളി വെന്തതിന് ശേഷം ചെമ്മീൻ ഇട്ടാൽ ഒരു പാകം ആകും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. ഒരുപാട് വെന്താൽ അത് ഇങ്ങോട്ട് ഒരു ടൈറ്റ് പോലെ നിൽക്കും. ഇനി അതിലേക്ക് നമ്മൾ അരപ്പും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉണ്ടാക്കിയ കുറച്ചൊന്ന് വെള്ളം ഏറിയിട്ടുണ്ട്. ഇത്ര തന്നെ ഇങ്ങോട്ട് വെള്ളം വേണ്ട. ഞാൻ അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ അതിൻ്റെ മുമ്പ് തക്കാളി ഒഴിച്ചതും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഒഴിച്ച് കറിക്കാണെങ്കിൽ ഇങ്ങനെ മതി. നമ്മൾ തീയലൊക്കെ ആകുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് ടൈറ്റായിട്ടല്ലേ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഇനി ഇതിക്കൊന്ന് വറുത്ത് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് കറിവേപ്പ് ഇട്ടിട്ട് വറവ് ഇടുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ്റെ തീയൽ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.